യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേനലവധിയും വേനൽക്കാലവും ഒത്തുചേരുമ്പോൾ എല്ലാവരും നല്ലൊരു യാത്രയ്ക്കായി കാത്തിരിക്കുന്ന സമയം കൂടിയാണ് ഇപ്പോഴത്തേത് എന്ന് പറയാം. വെന്തുരുകുന്ന വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനും തണുപ്പു നിറഞ്ഞ അന്തരീക്ഷം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്കായി നല്ലൊരു വൺ ഡേ ട്രിപ്പ് പ്ലാനിങ്ങുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കുറച്ചെങ്കിലും തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം എന്നത് ഇടുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയും ഇടുക്കിയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിച്ചു. തൊടുപുഴയും മൂവാറ്റുപുഴയും കണക്ട് ചെയ്യാതെ കോതമംഗലം വഴിയാണ് ഇടുക്കിയിലേക്ക് കടക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്കായി ആദ്യത്തെ സ്പോട്ടായി പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചത്തൊട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലവും 100 രൂപയ്ക്ക് കയാക്കിങ്ങും പെഡൽ ബോട്ടിങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. രാവിലെ 6 മണിക്ക് ഇഞ്ചത്തൊട്ടിയിലെത്തി പെരിയാറിന്റെ സൗന്ദര്യത്തോടൊപ്പം കയാക്കിങ്ങും ബോട്ടിങ്ങും ആസ്വദിച്ചതിനു ശേഷം നേര്യമംഗലം വഴി ഇടുക്കിയിലേക്ക് എളുപ്പത്തിൽ ഇതുവഴി കടക്കാവുന്നതാണ്. ഇഞ്ചത്തൊട്ടിയിലെ കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കയാക്കിങ്ങിന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിട്ട് നിങ്ങളുടെ യാത്രയിലേക്ക് ഇഞ്ചത്തൊട്ടിയെയും കൂടി പരിഗണിക്കാവുന്നതാണ്. ഇഞ്ചത്തൊട്ടിയിലെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് കടക്കുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. ഇടുക്കി ഡാമിലേക്ക് പോകുന്നതിന് മുൻപായി ആദ്യം എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അവിടുത്തെ ബോട്ടിംഗ് ആണ്. ഡാമിലേക്കുള്ള എൻട്രൻസിന്റെ തൊട്ടടുത്തായി ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടർ കാണാവുന്നതാണ്. മുതിർന്നവർക്ക് 145ഉം കുട്ടികൾക്ക് 85 രൂപയുമാണ് ടിക്കറ്റ് ചാർജായി വരുന്നത്. മിനിമം 10 പേരുണ്ടെങ്കിൽ മാത്രമാണ് ബോട്ടിംഗ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നത് മാത്രമാണ് ഇവിടുത്തെ ഏക പോരായ്മയായി സൂചിപ്പിക്കാൻ തോന്നുന്നത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ബോട്ടിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം. ഇടുക്കി ഡാമിന്റെ റിസർവോയറിന്റെ ഭംഗിയും ആസ്വദിച്ച് തൊട്ടടുത്തായി കാണുന്ന കുറവൻ കുറത്തി മലയെയും കണ്ട് ഡാമിലൂടെ അരമണിക്കൂർ നേരം ബോട്ടിലൂടെ കറങ്ങാവുന്നതാണ്. 7 മാസത്തിനു ശേഷം സന്ദർശകർക്കായി തുറന്നിട്ട ഇടുക്കി ഡാമിലേക്ക് വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഈ ഒരു ബോട്ടിംഗ് പുത്തൻ അനുഭവം സമ്മാനിക്കും എന്നുറപ്പാണ്.
ഒരേ സമയം പരമാവധി 18 പേർക്കാണ് ബോട്ടിംഗ് നടത്താനുള്ള അവസരം ലഭിക്കുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വെള്ളം തേടി വരുന്ന കാട്ടിയെയും ആനയെയും ഈ ബോട്ടിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇടുക്കി ഡാമിലെ ഷട്ടറുള്ള ഏക ഭാഗമായ ചെറുതോണി ഡാമും വൈശാലി ഗുഹയും തൊട്ടടുത്തായി കാണാൻ കഴിയുന്നതിനാൽ ധാരാളം സഞ്ചാരികളാണ് ഈയൊരു ബോട്ടിങ്ങിനായി കാത്തിരിക്കുന്നത്. അതോടൊപ്പം സുരക്ഷയുടെ ഭാഗമായി ഇടുക്കി ഡാമിലേക്ക് മൊബൈൽ ഫോണും ക്യാമറയും കടത്താൻ സാധിക്കാത്തതിനാൽ ഡാമിന്റെ ചിത്രങ്ങൾ എടുക്കണമെന്നുള്ളവർക്കായി ഈയൊരു ബോട്ടിംഗ് നടത്തുന്നതിലൂടെ ആ ഒരു ആഗ്രഹവും ഇതുവഴിയെ സാക്ഷാത്കരിക്കാവുന്നതാണ്. ഇടുക്കി ഡാമിന്റെ ഭംഗിയെ സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്താനായി മാസങ്ങൾക്ക് ശേഷം ഡാം വീണ്ടും തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. മെയ് മാസം അവസാനം വരെ ഒരു ദിവസം 750 പേർ എന്ന രീതിയിലാണ് പ്രവേശനം അനുവദിക്കുന്നത്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിലൂടെ 150 രൂപ ഈടാക്കിയാണ് ഡാമിലേക്ക് സഞ്ചാരികളെ കടത്തിവിടുന്നതെങ്കിലും ശരിക്കും അതൊരു തട്ടിപ്പ് തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ ഡാമിലൂടെ നടന്ന് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാനും വൈശാലി ഗുഹയും കാണാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ 10 മിനിറ്റ് നേരം കൊണ്ട് ബഗ്ഗി കാറിലൂടെ മാത്രമാണ് ഡാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപ് പോയവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പുതിയ രീതി തീർത്തും നഷ്ടം തന്നെയായിട്ടാണ് തോന്നുന്നത്. ഇടുക്കി ഡാമിന്റെ കാഴ്ചകൾ ഇതുവരെ ആസ്വദിക്കാത്തവർക്കായി മൂന്നാമത്തെ പോയിന്റായി ഇടുക്കി ഡാമിനെ ഉൾപ്പെടുത്താവുന്നതാണ്. ഉച്ചഭക്ഷണവും ചെറിയൊരു വിശ്രമവും കഴിഞ്ഞ് വൈകുന്നേര കാഴ്ചകളെ ഒപ്പിയെടുക്കാൻ കഴിയുന്നതും അവസാനത്തെ വ്യൂ പോയിന്റുമാണ് കാൽവരി മൗണ്ട്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മനോഹരമായതും എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതുമായ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് കാൽവരി മൗണ്ട്. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന മലനിരകളും ഇടുക്കി, കുളമാവ്, ചെറുതോണി ഡാമുകളുടെ റിസർവോയർ കാഴ്ചകളുമാണ് കാൽവരി മൗണ്ടിനെ മനോഹരമാക്കുന്നത്. മൂലമറ്റം പവർ ഹൗസിലെ വൈദ്യുത ഉൽപാദനത്തിനു വേണ്ടി സംഭരിക്കുന്ന വെള്ളത്തിന്റെ ഏറിയ ഭാഗവും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. താഴ്വാരത്തെ കാഴ്ചകൾക്ക് ശേഷം കാൽവരി മൗണ്ടിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നിന്റെ മുകളിലേക്കാണ് ഇനി കയറുന്നത്.
താഴ്ഭാഗത്ത് ചെറിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെട്ടെങ്കിലും മുകളിലേക്ക് കയറുന്തോറും വീശിയടിക്കുന്ന കാറ്റും ചെറിയ തണുപ്പും മലകയറ്റത്തെ സുന്ദരമാക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന കുരിശ്, അതിനോട് ചേർന്ന ചുറ്റുപാടുകളും കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ഡിഗ്രി കാഴ്ചകൾ വിരുന്നൊരുക്കുന്ന മുകൾ ഭാഗവും നീല പട്ടുവിരിച്ച ഇടുക്കി ജലസംഭരണിയും ആ ജലസംഭരണിയിൽ മൺതിട്ടകൾ തീർക്കുന്ന ദ്വീപുകളും പ്രകൃതി ഭംഗിയുടെ സുന്ദരമായ മുഖത്തെയാണ് വരച്ചുകാട്ടുന്നത്. മരിയാപുരം, കാമാക്ഷി എന്നീ ആദിവാസി ഊരുകളും തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ രാമക്കൽമേടിന് സമാനമായ കാറ്റാടിപ്പാടങ്ങളെയും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയായി കണക്കാക്കാം. മഴക്കാലങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറവൻ കുറത്തി മലനിരകളെ മുത്തമിട്ട് കടന്നുപോകുന്ന കോടമഞ്ഞ് മനസ്സിന് കുളിർമയേകുന്ന മറ്റൊരു അന്തരീക്ഷമാണ് ഇവിടെ നിന്ന് പകർന്നു നൽകുന്നത്. കാൽവരി മൗണ്ടിനെ സുന്ദരമാക്കുന്നത് പ്രഭാതവും അസ്തമയവുമാണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ഈ 2 സമയങ്ങളിൽ ഇവിടേക്ക് കടന്നുവരുന്നതിലൂടെ മികച്ച പ്രകൃതി സൗന്ദര്യം ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നതാണ്. വേനൽക്കാലത്തെ വിരസതയിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇടുക്കിയിലൂടെയുള്ള ഈയൊരു യാത്ര സുന്ദരമായ കാഴ്ചകൾ പകർന്നു നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവിധ അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്. വേറിട്ട സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ കാഴ്ചകളുമായി വീണ്ടും കാണാം.